ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ബനാന ബട്ടർ സ്വീറ്റ്. ഇത് ബനാനയും ബട്ടറും ഡേറ്റ്സും ഒക്കെ ചേർന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒരു നേന്ത്രപ്പഴം വലുത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറുപഴവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 20 ഡേറ്റ്സ് പകുതി അരച്ചിട്ടുണ്ട്. അതേപോലെ പകുതി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ, അതേപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ഹാഫ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് ഒന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ബനാന ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് ഫ്രൈ ആയി വരുന്ന ആ ഫോമിൽ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് പകുതി ഒരു ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 2.25 കപ്പ് പാലിൻ്റെ പകുതിയോടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ഷുഗറും കൂടി ആഡ് ചെയ്യാം. ഇത് 1/4 കപ്പ് അധികം ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ കുറച്ച് ടീസ്പൂൺ കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരച്ച് വെച്ച ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇടയിൽ പിടിക്കാതെ നോക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഇതേപോലെ ബട്ടർ ക്യൂബും കൂടി ചേർക്കാം. ഇതിൽ കിടന്ന് മെൽറ്റായിക്കോളും. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ മുറിച്ച് വെച്ച ചെറുപഴം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ശേഷം നമുക്ക് മാറ്റി വെച്ച പാലിൽ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് തിക്കായി വരും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേപോലെ ഇളക്കിയ ശേഷം ഒന്ന് ഇതാക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന ബട്ടർ സ്വീറ്റ് റെഡിയാണ്. വളരെ സ്വീറ്റാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ബൈ.